നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നാടിനെ നടുക്കിയ മറ്റൊരു കൊലപാതകം കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്. കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാപ്പുഴയ്ക്കടുത്ത് കട്ടിപ്പാറ വേനക്കാവിൽ ഏക മകൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നത് അയൽപ്പക്കത്ത് നിന്ന് തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞു വാങ്ങിയ കൊടുവാളുകൂട്ട്. അടിവാരം 30 ഏക്കർ കായിക്കൽ സുബൈദയാണ് മകൻ ആഷിഖ് വെട്ടിക്കൊലപ്പെടുത്തിയത്. സഹോദരി സക്കീനയുടെ വീട്ടിൽ വെച്ചായിരുന്നു സുബൈദ ഏക മകന്റെ ക്രൂരകൃത്യത്തിന് ഇരയായത്. ആഷിഖിന് 24 വയസ്സാണ് പ്രായം. ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടക്കുന്നത്. അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഏക മകൻ ആഷിഖ് മയക്കുമരുന്നിന്റെ അടിമയാണ്. ഇയാൾ ഇടയ്ക്കിടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഒരു തവണ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ഒരാഴ്ച മുമ്പ് ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നെത്തിയ ആഷിഖ് 4 ദിവസം മുമ്പ് കൂട്ടുകാർക്കൊപ്പം പുറത്തുപോയതായി സക്കീന പറഞ്ഞു. തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് മടങ്ങിയെത്തിയത്. ഈ ഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അരുംകൊലയിൽ നാട് മുഴുവൻ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് സുബൈദയുടെ സഹോദരി സക്കീനയുടെ പുതുപ്പാടി ചോയോടുള്ള വീട്ടിൽ വെച്ചാണ് സംഭവം. ശനിയാഴ്ച സക്കീന ജോലിക്കായി പുറത്തു പോയിരുന്നു. ഈ സമയത്ത് സുബൈദയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദയും ആഷിഖും കഴിയുന്നത്. +2 ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ ആഷിഖിനെ ചേർത്തിരുന്നു. കോളേജിൽ ചേർന്ന ശേഷം ആഷിഖ് മയക്കുമരുന്ന് അടിമയായതാണ് സക്കീന പറയുന്നത്. ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ടുള്ള സുബൈദ അടുത്തിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ വിശ്രമത്തിലായിരുന്നു. ശനിയാഴ്ച സുബൈദയുമായി ആഷിഖ് തർക്കത്തിൽ ഏർപ്പെട്ടോ എന്നതും വ്യക്തമല്ല. ഉച്ചയോടെ വീടിന് പുറത്തിറങ്ങിയ ആഷിഖ് അയൽവീട്ടിലെത്തി കൊടുവാൾ ചോദിച്ചു. തേങ്ങ പൊളിക്കാനാണെന്ന് അവിടെ പറഞ്ഞത്. ഇവിടെ നിന്ന് വാങ്ങിയ കത്തിയുമായി വീടിനകത്ത് കയറിയ ആഷിഖ് സുബൈദയെ വെട്ടിക്കൊല്ലുകയായിരുന്നു. വീടിനുള്ളിൽ നിന്ന് കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. വാതിലടച്ചിട്ടിരുന്ന ആഷിഖ് നാട്ടുകാർ വീട്ടിലെത്തിയപ്പോൾ ആർക്കാണ് കത്തി വേണ്ടതെന്ന് ചോദിച്ച് ഒരു തവണ വീടിന് പുറത്തിറങ്ങി. തുടർന്ന് കഴുകിയ ശേഷം കത്തി അവിടെ വെച്ച് വീണ്ടും വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. പിന്നീട് സക്കീന എത്തിയപ്പോഴാണ് ആഷിഖ് വാതിൽ തുറന്നത്. ഈ സമയം നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയായിരുന്നു. തുടർന്ന് പോലീസിലും ഏൽപ്പിച്ചു. സുബൈദ ഡൈനിങ് ഹാളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും മുമ്പേ സുബൈദ മരിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. +2 ശേഷമാണ് ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ പോയ ആഷിഖ് മയക്കുമരുന്നിന് പിന്നീട് അടിമയായത്. ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നിട്ടും ദേഷ്യം മാറിയില്ല. ബ്രെയിൻ ട്യൂമർ ബാധിച്ച സുബൈദയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശരീരം തളർന്ന അവസ്ഥയിലായിരുന്നു. അമ്മയെ മകൻ കൊന്നതിന്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്.